ഇനി വരാൻ പോകുന്ന കോൽക്കളിയാണ്. കോൽക്കളി കുറച്ച് മാറിക്കാം, കുറച്ച് മാറിക്കാം, അല്ലെങ്കിൽ കോലിനടി കിട്ടും എന്നാണ് പറഞ്ഞല്ലേ. പക്ഷേ ഇവര് പൊളിക്കും. നമ്മൾ ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് നമുക്ക് കളിക്കും അല്ലേ? അത്രയല്ലേ ഉള്ളൂ. കോലുകൾക്ക് എത്ര പേരാണ് കോലുകൾക്ക്? 12 പേരുണ്ട്. മാഷുണ്ട്. സ്റ്റേജ് നിറഞ്ഞു. എങ്ങനെ സ്റ്റേജ് നിറഞ്ഞു? അത് നസിലിന്റെ സ്റ്റൈലൊന്ന് പറഞ്ഞേക്ക്. നസിലിന് എന്താണിത്? സ്റ്റേജ് ഫുള്ള് നിറഞ്ഞല്ലേ ആൾക്കാരെ, ഈ ബഹളം, ഈ കോല, ആകെ പ്രശ്നമായി. പൊളിക്കും അല്ലേ? അപ്പൊ നമുക്ക് ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് കളിക്കാം. ഏതാണ് സ്കൂള്? കോട്ടൂർ സ്കൂൾ, AKMHSS, മലപ്പുറം. മാഷിന്റെ പേരെന്താണ്? മാറൂഫ് കോട്ടകൽ. എവിടെ മാഷ്? എവിടെ മാഷ്? വന്നില്ലേ? വേറെ ടീമുണ്ട്. മാഷിന് കുറെ ടീമുണ്ട്, അതുകൊണ്ട് വന്നില്ല. ഇത് ഇന്നലെ നമ്മൾ ദഫ് കളിച്ചിരുന്നു ഇതേ വേദിയിൽ. അതെ. ഓക്കെ. അതുകൊണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ആരാ പാടുന്നാരാ? അപ്പൊ നീ പാടുന്ന ആരും കോല് കളിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്ന് മാറിയാ മൈക്ക് പിടിച്ച് പാടുന്നല്ല അല്ലേ? അത് നിങ്ങളുടെ ഇഷ്ടം, കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടം. എന്ത് ചെറിയ സംഭവം പാട്ട് പാടി ഞാൻ കൊടുക്കാം. ഞാൻ നടുക്കിരിക്കണോ? എൻ്റെ തലക്കിട്ടടിക്കോ? ആശാന്റെ തലക്കിട്ടടിക്കില്ലോ? ആശാന്റെ നെഞ്ചത്തടിക്കോ? അപ്പൊ ഞാൻ ധൈര്യമായിട്ട് നിൽക്കാൻ പോട്ടോ. വട്ടത്തിലുള്ള കളിയേ ഉള്ളൂ. നീ അല്ലേ പ്രാർത്ഥിക്കണേ എനിക്ക് അടി കിട്ടാൻ വേണ്ടിയാണോ? അപ്പൊ അതിന്റെ ഇടയ്ക്ക് വിളിയുണ്ടോ? ഓ അങ്ങനെ വിളിക്കലല്ലേ? എന്താണ് എങ്ങനെ? താളം 3-3 തെയ്ത. അതാണ് ഞാൻ പറയേണ്ടത്. താളം 3-3 തെയ്ത. റെഡിയല്ലേ? റെഡിയല്ലേ? പാട്ട് പാടുന്ന അവിടെ മൈക്ക് അവിടെ ഉണ്ട്. അത് ബൈക്കിലുണ്ട്, അവിടെ ഒന്ന് പാടിക്കോ. റെഡി? കണ്ണാടി ഊരി വെച്ചേക്കാം, അടി കിട്ടിയാലോ. രണ്ടും കൽപ്പിച്ചാട്ടോ. പറച്ചവനെ, ഞാൻ നിങ്ങളോട് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇറയോ തട്ടട്ടിലെങ്കും ചിട്ടപ്പൊരുൾ മട്ടിൽ വെട്ടം നിറച്ച് വട്ടം ബദർലെങ്കും നൂറിനെ പടയ്ത്ത് അജബ ദുനിയാവ് കനിന്ത കോനെ ദിനം നിന്റെ കനിയാറ്റലി റസൂലിൻ തിരുപാതയേറുവാൻ. കനിന്ത കോനെ ദിനം നിന്റെ കനിയാറ്റലി റസൂലിൻ തിരുപാതയേറുവാൻ. ദിനമഞ്ചിലും ശ്രുതി നിൻ കലിമ ഫർദാനേ, അനനെഞ്ചിലും പൊറുതി നിൻ പൊലിമ സുബ്ഹാനേ. ശിർക്കിനെ ജിഹാദേറ്റി ശറൈനെ സദാ പോറ്റി. തൗഹീദിൻ മർത്തബ ഷർത്തില്ലു ഷർത്തുവൻ ത്വാഖത്തെ ഗണേ. കനിന്ത കോനെ ദിനം നിന്റെ കനിയാറ്റലി റസൂലിൻ തിരുപാതയേറുവാൻ. കനിന്ത കോനെ ദിനം നിന്റെ കനിയാറ്റലി റസൂലിൻ തിരുപാതയേറുവാൻ. കനിന്ത കോനെ. ഓ കുറച്ചവരെ ഇപ്പോഴേ ശ്വാസം വിട്ടോട്ടോ. ഇവനിടയ്ക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കണം, ഞാൻ പേടിച്ചു പോയി. ഇങ്ങോട്ട് മാറിയുന്നേ. നീ ഇടയ്ക്ക് ഇങ്ങനെ നോക്കണ്ട, ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച ആരാണെന്നോ? ഇവനായിരുന്നു കേട്ടോ. ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. മെയിൻ ആളാണ്. ഗംഭീരമായിരുന്നു. എനിക്ക് ഒരൊറ്റ സ്റ്റെപ്പ് മറ്റേ അതൊന്ന് കാണിച്ചു തരാം. ഞാൻ മാറിയിക്കാം. ഒരു സ്പീഡിലുണ്ടല്ലോ, താളം തെറ്റി ഇങ്ങനെ ഒരു സാധനമല്ലേ, അങ്ങനെയല്ലേ? അതൊന്ന് അടിക്കുക. ഒരു 4 പേര് കൂടി, 4 പേര് കൂടി, കുറച്ച് പേര് അത് വേണം. 6 കളിച്ചു നോക്കിയേ. ആ ഒരു സ്പീഡിലൊരു സാധനം ഉണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ? ഒന്ന് പിടിക്കോ. ഉള്ളതിൽ പിടിച്ചാൽ മതി. അതിന് ചെരുപ്പ് എന്താ വെച്ചാണ്? ഞാൻ നിൽക്കണല്ലോ, ഇത് ചാടി അടിക്കണ സംഭവമാണ്.
നീ പാടിക്കോ. ആ ഒരു സ്പീഡ് നമുക്കൊന്ന് കിട്ടണം. പാടിക്കോ. പൂങ്കമറ വരാന്ന്. ആ പൂങ്കമറ മതി. ഇവിടെ നിർത്താം. ഇതിലേ കയറ്റും. ആ ഇങ്ങോട്ട് കയറ്റിക്കോ. അല്ല ഒരു ചെറിയ മീൻ പോയിക്കോ. നീ കയറ്റി ഇവിടെ നിർത്തേ മനുപോ. റെഡി അല്ലേ? പൂങ്കമറിൻ തിരുപാലൊളിയിൽ കരപൂവനിയിൽ സത്യതീൻ തെളിയാൻ തിങ്കൾ നബി ചൊങ്കിൽ ഉரை തങ്കമൊളി ബിതമാ ആ ബാങ്കൊലിയും തക്ബീർ ധ്വനിയും മലൈ ബാറണയാണ്ടുവയും ഉറൈവായ് പൊങ്കിളങ്കി മലങ്കി തുളങ്കി വിളങ്കിടുപ്പായ കപ്പലിലാ പൂങ്കമറിൻ തിരുപാലൊളിയിൽ കരപൂവനിയിൽ സത്യദീൻ തെളിയാൻ ഓ സൂപ്പർ. ഇതും കൂടെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റെപ്പ് വെപ്പിച്ചത്. ഗംഭീരമായിട്ടുണ്ട്. അപ്പം അടുത്ത വർഷമൊക്കെ മത്സരത്തിലുണ്ടാവില്ലേ അല്ലേ? എല്ലാവരും 10ാം ക്ലാസ് ബാക്കിയല്ലേ? അപ്പോൾ കുഴപ്പമില്ല, അടുത്ത വർഷം ഉണ്ട്. ഞാൻ അടുത്ത് +2 ആരെങ്കിലും ഉണ്ടെന്ന് ഓർത്ത് ചോദിച്ചാണ്. ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഹേയ് എന്താണ് നിങ്ങൾക്ക് ഏത് നടൻ്റെ ശബ്ദം കേൾക്കണം? അങ്ങനെ നീയാ വിജയ്. ഓ നിന്റെ മാസ്റ്റർ, നീ രക്ഷപ്പെട്ട്. വിജയുടെ ഭാവനയൊക്കെ പറഞ്ഞ ഞാൻ വിജയ് பாஸ்டப்பட்டு அவருடைய பேசுறேன்னா அதில் தேவை நல்லது இருக்கணும். கிரவுண்ட்ஸ் எல்லாம் வழங்குதா, ஆனால் ஓடியன்ஸ் எல்லாம் வரல மட்டும் பார்க்க போகிறேன். കേൾപ്പെട്ടിരിക്കാ ആട്ട നായക. ഓക്കെ അല്ലേ? സന്തോഷമായില്ലേ? ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.